മൈൻഡ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സ് ഒരു കുതിരയെ പോലെയാണ്, അതിങ്ങനെ കുതിക്കുന്നതാണ്. കുതിരയെ പൂട്ടിയ രഥം പോലെയാണ്. ഈ രഥത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുക. ദശരഥനെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. ദശരഥന് മനസ്സിൻ്റെ 10 ചാബല്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ശ്രീരാമനെ പോലെയുള്ള ഒരു മകനെ ലഭിച്ചത്. ഇത് തന്നെയാണ് നമ്മളുടെയുമൊക്കെ സ്ഥിതി. ഒരു അമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ ആ അമ്മ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. ആ കുഞ്ഞിൻ്റെ സ്വഭാവവും ബുദ്ധിശക്തിയുമൊക്കെ ആ അമ്മയുടെ സ്വഭാവത്തെയും ബുദ്ധി വ്യാപാരത്തെയുമൊക്കെ ആശ്രയിച്ചിരിക്കും. മനസ്സ് എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇൻകമ്മിങ് പോർട്ടലിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇൻകമ്മിങ് പോർട്ടൽ എന്ന് പറയുന്നത് ബോധമനസ്സാണ്. ആ ബോധമനസ്സിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ സന്ദേശവും ഉപബോധ മനസ്സിലേക്കും അബോധ മനസ്സിലേക്കും മനസാക്ഷിയിലേക്കും പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് അതിൻ്റെ താവളം. അത് തിരിച്ചു വിളിക്കുന്ന പ്രക്രിയയുടെ പേരാണ്, ആ മനസ്സിലുള്ളത് തിരിച്ചു വിളിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഓർമ്മ എന്ന് പറയുന്നത്. പെട്ടെന്ന് തിരിച്ചു വിളിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല ഓർമ്മശക്തിയുണ്ട് എന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ഉദാഹരണം വരുന്നത് ഇതാണ്. മഴ പെയ്യുമ്പോൾ സർഫസിൽ വെള്ളം വീഴുന്നു. അത് താഴോട്ട് പോയി അങ്ങനെ അത് ഏറ്റവും അവസാനം അവിടെ വന്ന് നിൽക്കും. പിന്നെ അത് മുകളിലേക്ക് ഇങ്ങനെ ഗ്രാജുവലായിട്ട് വന്നുകൊണ്ടിരിക്കും. കാപ്പിലറി ആക്ഷൻ എന്ന് പറയും സയൻസിൽ. അതിലൂടെ അതിങ്ങനെ കയറി വരും. അത് സർഫസിലെത്തണം. അവിടെ നിന്നാണ് അത് ആവിയായിട്ട് പോവുക സൂര്യൻ്റെ പ്രകാശത്തിൽ. ഇതുപോലെ തന്നെയാണ് എന്ത് കാര്യവും ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ ബോധമനസ്സിൽ. അത് പുറത്തേക്ക് വരുന്നതും ബോധമനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. അത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റിയാൽ നമ്മുടെ ഗ്രാസ്പിംഗ് പവർ കൂടും. ഗ്രാസ്പിംഗ് പവർ, മനസ്സിലാക്കാനുള്ള ആ കഴിവ് കൂടും. 2, അത് പുറത്തേക്ക് എടുക്കാനുള്ള കഴിവ്, അതും പരിശീലനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഗ്രഹണശക്തി എന്ന് പറയും ആദ്യത്തേതിന്, ഗ്രാസ്പിംഗ് പവർ. പലർക്കും ഗ്രഹണശക്തി കുറവാണ്. അത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. കേട്ടാൽ കുറച്ചേ ഉള്ളിലേക്ക് പോവുള്ളൂ. എങ്ങനെയാണ്? ധാരാളം ഒരു ഉദാഹരണം മനസ്സിലേക്ക് വരികയാണ്. നിങ്ങളൊരു കുപ്പിയിൽ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. കുപ്പി ടാപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് ടാപ്പ് തുറന്നു. കുപ്പി അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് വേഗം വെള്ളം നിറയും. നിങ്ങൾ അതിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ വെള്ളം നിറയില്ല. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിനും. മനസ്സ് ഏകാഗ്രതമാക്കുക. അപ്പോഴാണ് ഗ്രാസ്പിംഗ് പവർ കൂടുക. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഒരു സാധാരണ ഒരു ജോലിക്കാരന് പോലും അദ്ദേഹത്തിൻ്റെ അധികാരികൾ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഉണ്ടാവണം. എന്താ പറഞ്ഞത് ശ്രദ്ധയോടുകൂടി അത് കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതുപോലെ തന്നെ വായിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ പോവും, വേറെ കാര്യങ്ങളിലേക്ക് പോകും. പോയി എന്ന് അറിയാനായിട്ട് ചിലവ് കൂടുതൽ സമയമെടുക്കും. അവിടെയാണ് അപകടം. പോയാൽ ഉടനെ നമ്മുടെ ശ്രദ്ധ ഇതിൽ നിന്ന് പോയി വേറെ കാര്യങ്ങൾ കടന്നു വന്നു എന്ന് തിരിച്ചറിയുന്നത്
എത്ര നേരത്തെയാണോ അത്രയും സമയം നഷ്ടമുണ്ടാവും. നമ്മൾ വേറെ ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ, വേറെ ശ്രദ്ധകളോടുകൂടി വായിക്കുമ്പോൾ ഈ വായിച്ചതൊന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല. വായിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. പല പുസ്തകങ്ങൾ, പല പ്രാർത്ഥനകളും നമ്മൾ ബുക്കിൽ നോക്കി വായിക്കുമ്പോൾ, ബുക്കിൽ നോക്കി പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധ വേറെ പോയി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ചൊല്ലിയോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അതുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ് വരിക. എൻ്റെ ചിന്തകൾ, ആ ചിന്തകളിൽ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത്. അപ്പോൾ അതിൽ കുറേ കൂടി കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് നമ്മൾ ഇടയാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കാൻ, പറയാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിനെ നമ്മൾ ടൈം ചെയ്യണം. ഇറ്റ് ഈസ് ടു ബി ടൈംഡ്. കുതിരയെ മെരുക്കുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഞാൻ പറയുന്ന വാക്ക് ഇതാണ്, മനസ്സിനെ മെരുക്കുക. ജസ്റ്റ് ആസ് ഹോഴ്സ് ഈസ് ടൈംഡ്, ദ മൈൻഡ് ഈസ് ടു ബി ടൈംഡ്. അതിനെ മെരുക്കണം. അതിങ്ങനെ എപ്പോഴും വഴുതി പോകാനായിട്ട് സാധ്യതയുള്ള ഒന്നാണ്. ഇതുപോലെ എന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഒന്ന്, നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് മേലെ തേക്കും. മേലെ തേക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വഴുതി പോവും, താഴെ വീണ് പോവും. അപ്പോൾ വഴുതി പോകാൻ സാധ്യതയുള്ള ഒന്നാണ് സോപ്പ്. നമ്മൾ കുളിക്കുന്ന നേരത്ത് ഉപയോഗിക്കുന്ന സോപ്പ്. അതുപോലെ വഴുതി പോകാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് ശക്തമായി പിടിക്കണം, ശ്രദ്ധയോടുകൂടി സോപ്പിനെ പിടിക്കണം. അപ്പോൾ മനസ്സിനെയോ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൺട്രോൾ ചെയ്യണം. നമ്മുടെ കയ്യിലാണ് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കടിഞ്ഞാണുണ്ടെങ്കിലും ആ കടിഞ്ഞാൺ ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത വേറെയാണ്. മഴക്കാലത്ത് ചില റോഡുകളൊക്കെ വഴുക്കലുണ്ടാവും, പ്രത്യേകിച്ച് സിമെൻ്റൊക്കെ ഇട്ടിട്ടുള്ള തറ. അതുപോലെ കുളിമുറിയിൽ നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എണ്ണമയം ഉണ്ടാവും എപ്പോഴും. നന്നായിട്ട് അടിച്ച് കഴുകുന്നില്ല, സോപ്പ് പൗഡറൊക്കെ ഇട്ട് അടിച്ച് കഴുകുന്നില്ലെങ്കിൽ അതിൽ എണ്ണമയം ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നടക്കുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റോട്ടിലൂടെ നടക്കുമ്പോൾ വഴുക്കലുള്ള സ്ഥലത്ത് അവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നടക്കണം. ഞാൻ ഹോസ്റ്റൽ പണി നടക്കുന്ന സ്ഥലത്ത് അവർ മിക്സറിൽ സിമെൻറ്റ് കൂട്ടി വണ്ടിയിലേക്ക് ആക്കും. അത് കഴിഞ്ഞ് അവർ ആ നിലം കഴുകണില്ല. ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു, ഇത് ഇന്നൊന്ന് കഴുകുക. അപ്പം അയാൾ പറഞ്ഞു, ഒന്നും ജോലിക്കാരും വന്നിട്ടില്ല. അപ്പോൾ ഞാനതിലെ കടന്നു പോയത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്, സൂക്ഷ്മതയോടുകൂടി വ്യാപരിക്കുക നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ അമ്മ വളരെ വയസ്സായിട്ടും ഒരു പ്രാർത്ഥന എന്താണ് എന്ന് മുഴുവൻ കിട്ടില്ല, മുഴുവൻ പറയില്ല. ഇടയ്ക്കിങ്ങനെ സൂക്ഷ്മതയോടുകൂടി വ്യാപരിക്കാനും എന്ന് പറയാറുണ്ട് ആ പ്രാർത്ഥനയിൽ. വളരെ വയസ്സായി മരിക്കുന്നതിന് 1 വർഷം 2 വർഷം മുമ്പൊക്കെ അമ്മ ഇത് ഓർമ്മയെന്ന് ഇങ്ങനെ പറയണത് കേൾക്കാം, കുറേശ്ശെ ഭാഗം. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി വ്യാപരിക്കുക, ഇതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം. സൂക്ഷ്മതയോടുകൂടി വ്യാപരിക്കുക. ചില ആളുകളുണ്ട് തഴക്കദോഷത്തിലൊക്കെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. തഴക്കദോഷമുള്ളവരൊക്കെ, തഴക്കദോഷം എന്ന് വെച്ചാൽ ആളുകൾക്ക് ധാരണയുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, ഇനി ആ ദോഷത്തിൽ പെടരുത് എന്നൊക്കെ. ചിലർക്ക് കളവാവാം, ചിലർക്ക് ലൈംഗിക മേഖലയിലെ ദോഷങ്ങളാവാം,
ചിലർ കളവ് പറയുന്നതാവാം, ചിലർക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ഇതൊക്കെ തഴക്കദോഷങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരൊക്കെ അതീവ സൂക്ഷ്മതയോടുകൂടി നടക്കണം. സ്ലിപ്പറി ഗ്രൗണ്ടിലൂടെ നടക്കുന്നത് പോലെ വേണം അവർ നടക്കാൻ. ഒരു കിണറിൻ്റെ വാക്കല്ലില്ലാത്ത കിണറിൻ്റെ ഭാഗം ഇങ്ങനെ സ്ലോപ്പാണെന്ന് വിചാരിക്കുക. അതിൽ നടക്കുമ്പോൾ വീഴാൻ സാധ്യതയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക? വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കും. ഇതുപോലെ തഴക്കദോഷമൊക്കെ ഉള്ള ആളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതിന് മരുന്നൊന്നുമില്ല, ഇതിന് വേറെ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാണിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. റോണ്ട ബ്രയൻ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ദാറ്റ് യു ആർ ദ മൈക്കലാഞ്ചലോ ഓഫ് യുവർ ലൈഫ്. ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് പറയാറുള്ളത്, യു ആർ ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് യുവർ സക്സസ് എന്നാണ്. നമ്മുടെ വിജയത്തിൻ്റെ ശില്പി നമ്മളാണ് എന്ന്. എന്നാൽ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ കുട്ടികളോട് പറയുന്നത് ഇതാണ്, ദാറ്റ് യു ആർ ദ മൈക്കലാഞ്ചലോ ഓഫ് യുവർ സക്സസ്. നിങ്ങൾ വരയ്ക്കുന്ന പടം അത് അശ്രദ്ധമായി വരച്ചാൽ എന്ത് സംഭവിക്കും? ചായം അവിടെ ഇവിടെയൊക്കെ വീണ് പടം ചീത്തയായി പോകും. ശ്രദ്ധയോടുകൂടി വരയ്ക്കേണ്ടതാണ്. മൈക്കലാഞ്ചലോ തൻ്റെ പടങ്ങൾ വരച്ച സമയത്ത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി വരച്ചോ അത്രയും ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ പടം നമ്മൾ വരയ്ക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ പടുത്തുയർത്തണം. ശ്രദ്ധ അത്ര അത്യാവശ്യമാണ്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചത്, അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു വിജയിയെ നിശ്ചയിക്കുന്ന കാര്യം അത് അയാളുടെ കമ്പാഷൻ്റെ കഴിവാണെന്ന്. എത്രമാത്രം കമ്പാഷൻ അയാൾക്കുണ്ടോ അത്രയും അയാൾ വിജയിയാകും എന്നാണ്. അതിന് കാരണം ന്യൂറോളജിയുടെ ഒരു പുസ്തകത്തിലാണ് അത് കാണാനിടയായത്. ഒരു DM ന്യൂറോളജി ഡോക്ടറാണ് അത് വിവരിച്ചു തന്നത് എന്നോട്. ഈ പുസ്തകത്തിൽ ഇതെങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചു തരികയായിരുന്നു. ന്യൂറോളജി DM പാസ്സായിട്ടുള്ള വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഡോക്ടർ. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കമ്പാഷൻ, കരുണ തോന്നാനുള്ള ആ കഴിവ്, ആർദ്രത തോന്നാനുള്ള കഴിവ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണത്രേ. മനസ്സിൻ്റെ ഒരു കേന്ദ്രം, മനസ്സിന് ഒരുപാട് റീജിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ 4 ഭാഗങ്ങൾക്ക് തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതിലൊരു കേന്ദ്രമാണ് കമ്പാഷൻ ഉണ്ടാക്കുന്ന കേന്ദ്രം. ആ കേന്ദ്രം തന്നെയാണ് വിജയം നൽകുന്ന കേന്ദ്രവും അത്രേ. കാരണം വിജയം നൽകുന്നതിന് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള അറിവ് നമുക്കുണ്ടാകണം. അതിൻ്റെ മോട്ടിവേഷൻ വേണം, പ്രചോദനം. ഇതൊക്കെ ഇതേ കേന്ദ്രത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ബുക്കിൽ സമർത്ഥിച്ചിരിക്കുന്ന അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. ബുക്കിൽ ആർദ്രതയുള്ള മനുഷ്യർ സാധാരണയായിട്ട് വിജയികളായി തീരും എന്ന്. നിങ്ങൾ നോക്കിക്കോളൂ, കുറേ പേരുടെ മനസ്സ് എങ്ങനെയുള്ളതായിരുന്നു, അവരൊക്കെ വിജയികളായിട്ടില്ലേ? വിജയികളായവരെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, അവരുടെ മനസ്സ് എങ്ങനെ ആയിരുന്നു എന്ന്. ആർദ്രതയുള്ളവരാകാൻ ശ്രമിക്കുക. ആർദ്രത, ദയയാണ് ആർദ്രത എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണ്. സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, ആനന്ദം. അപ്പോൾ ക്ഷമ, ദയ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദയ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നമ്മളിലുണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, ആർദ്രതയുള്ളവരാകും. അതോടൊപ്പം തന്നെ നമ്മൾ വിജയികളാവുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമാണ്,
നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഇൻപുട്ടുകൾ അത് നവമാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ ഒക്കെ വരുന്നു. ആ ഇൻപുട്ടുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മൾ കാണുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാം നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം ഉടനെ. ഈ പ്രോഗ്രാം ശരിയല്ല, നല്ലതല്ല, അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അത് ഓഫ് ചെയ്യണം. പണ്ടൊക്കെ ഞാനങ്ങനെ ഓർക്കുന്നുണ്ട്, ഈ അടിപിടി ഇടികുത്ത് അങ്ങനെ സ്റ്റണ്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമായിരുന്നു പണ്ട്. ഇപ്പം സിനിമയൊന്നും കാണുന്നില്ല. ഇങ്ങനെ വല്ലപ്പോഴും വല്ല പരിപാടികൾ ടി വിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കാണുകയാണ്, ഒരു ഹൊറിബിളായിട്ടുള്ളൊരു സീനാണ് വരുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ചാനൽ മാറ്റും. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനാണ്. നമ്മുടെ ഓപ്ഷൻ എന്താ? നമ്മുടെ ഓപ്ഷൻ മോശമായത് കാണുമ്പോൾ കണ്ണടയ്ക്കുക, ശ്രദ്ധ മാറ്റുക. അതിനാണ് തമ്പുരാൻ നമുക്കൊരു 2 കാര്യങ്ങൾ തന്നിട്ടുള്ളത്. ഒന്ന്, കണ്ണടയ്ക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. 2, കഴുത്ത് തിരിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കണ്ണുകളെ പിൻവലിക്കുക, നമ്മുടെ കഴുത്ത് തിരിച്ച് നോട്ടത്തിന് ഡയറക്ഷൻ മാറ്റുക. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന്. അങ്ങനെ മോശമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്താൽ അത് പിന്നീട് വീണ്ടും വീണ്ടും അത് മുകളിലേക്ക് കയറി വരും. എല്ലാ ദിവസവും എഴുന്നേറ്റ് നമ്മുടെ മനസ്സിനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവ്വവിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, സർവ്വജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഏറ്റവും വലിയ അധ്യാപകനായ യേശുവേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പിന്നെ എൻ്റെ മനസ്സിനെ അതിൻ്റെ എല്ലാ അശുദ്ധികളോടുകൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഏതെങ്കിലും ഒരു അശുദ്ധി അതെടുത്ത് അതിനെ മാത്രം സമർപ്പിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെല്ലാ ദിവസവും അത് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കുമല്ലോ, അതിനു മുമ്പ് നിങ്ങൾ ഈ മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥന. അത് ഞങ്ങൾ പറയാം, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ഇത് ഒരു സംശയവും വേണ്ട. നമ്മളങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ദൈവം അത് വിശുദ്ധീകരിച്ചിരിക്കും. യേശു പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുന്നു, തുറന്നു തന്നാൽ ഞാനതിൽ പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ഈ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് തമ്പുരാന് സമർപ്പിക്കുക. നിങ്ങൾ വീഡിയോ ക്യാമറ വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും മുമ്പൊക്കെ. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ള ചുമരുമ്പളേക്ക് അവർ കാണിക്കും, അവർ കളർ മാച്ച് ചെയ്യാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിനെ തമ്പുരാൻ്റെ അടുത്ത് കാണിച്ച് സമർപ്പിച്ച് അതിനെ ഒന്ന് വിശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ വ്യാപൃതരാകുന്ന ജോലിയിൽ നിങ്ങൾക്ക് തെറ്റുകളൊന്നും ഉണ്ടാകുകയില്ല. നല്ല കോൺസെൻട്രേഷൻ ലഭിക്കും. ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.